വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ബിക്കംസ് എക്സസീവ്, നമുക്കറിയാം റെസ്പിറേഷൻ്റെ പാർട്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ നമുക്ക്. അതുപോലെ തന്നെ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സ്പെൽഡ് ത്രൂ ദി ലങ്സിലൂടെ തന്നെ എന്ത് ചെയ്യുന്നത്, എക്സ്പെൽ ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്? എങ്ങനൊരു എക്സ്പെൽഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവൽ അവിടെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും അല്ലേ, ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇത് സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് വൺ ഓഫ് ദിസ് കൈൻഡ് അല്ലേ. അപ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് എന്ത്, റെസ്പിറേഷൻ. നമുക്കറിയാം ആസ് എ റിസൾട്ട് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ പ്രൊഡക്ട്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര ആർ ഫോംഡ്. അപ്പോൾ റെസ്പിറേഷൻ്റെ പാർട്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളതൊക്കെ. Then, when the level of these products increases beyond the limit, the very existence of life is in danger. എന്തും ഓരോ പരിധി കൂടുതൽ നമ്മുടെ ബ്ലഡിലോ നമ്മുടെ ബോഡിയിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിനെ ഡേഞ്ചറിലെത്തിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ പ്രൊഡക്ട്സൊക്കെ, ഈ പ്രൊഡക്റ്റ് മെയിൻ ഡേഞ്ചർ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടിക്കഴിഞ്ഞാൽ ലൈഫ് വളരെ ഡേഞ്ചറാണ്. അതിൻ്റെ കാരണം എന്താണ്? Carbon dioxide combines with water present in and out of the cell to form carbonic acid. അപ്പോൾ സെല്ലിൻ്റെ പുറത്തും അകത്തും ഇരിക്കുന്ന വാട്ടറുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്നിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ദ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ദി അസിഡിറ്റി ഇൻ ദി ബോഡി. കാരണം എന്താണ്? കാർബോണിക് ആസിഡാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അസിഡിറ്റി കൂടുന്നുണ്ട്. ദിസ് ചേഞ്ചസ് ഇൻ ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് നമുക്കൊരു എല്ലാത്തിനൊരു ഇക്വിലിബ്രിയം ഉണ്ട്, എല്ലാത്തിനൊരു ബാലൻസ് ഉണ്ട്. അത് മാറുമ്പോൾ അവിടുത്തെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും മാറുന്നുണ്ട്. സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് ചേഞ്ച് ഇൻ ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മേ ഡ്യൂലി റിമൂവ്ഡ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന എല്ലാ സബ്സ്റ്റൻസിനും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് റിമൂവ് ചെയ്യണം. ദിസ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ബാലൻസാണ്. അതിനകത്ത് വാട്ടർ ബാലൻസ്, ന്യൂട്രിയൻസ് ബാലൻസ്, എല്ലാത്തിൻ്റെയും ബാലൻസാണ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിക്കഴിയുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിനകത്തും പുറത്തുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവുകയും ആ കാർബോണിക് ആസിഡ് കാരണം നമ്മുടെ ബോഡീൻ്റെ ആസിഡിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കൽ നമുക്കതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതാണ് ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ റെസ്പിറേഷൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഒരു നോർമൽ റെസ്പിറേഷനുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. ഇതാണ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ബിക്കംസ് എക്സസീവ് എന്നുള്ള ടോപ്പിക്കിൽ പറയാനുള്ളത്. നൗ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ഇൻ ഹോമിയോസ്റ്റാസിസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാസിന് എന്ത് ചേഞ്ചാണ് വരുന്നത്? വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ഇൻ ബ്ലഡ് ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദി water in and out of the cell and forms the carbonic acid. The increase in the level of carbonic acid leads to the increase in the acidity of the body. അപ്പോൾ acidity കൂടും. അതാണ് ചേഞ്ച് ഇൻ ഹോമിയോസ്റ്റാസിസ്. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ആര്? റെസ്പിറേറ്ററി സിസ്റ്റം. കാരണം കൃത്യമായിട്ട് ബോഡിയിൽ കൂടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ അവിടെ എന്താണ് ദ റോൾ ഓഫ് റെസ്പിറേഷൻ ഇൻ മെയിൻറ്റെയിനിങ് ദി ഹോമിയോസ്റ്റാസിസ്. അതെങ്ങനെ സഹായിക്കുക? കാർബൺ ഡൈ ഓക്സൈഡിനെ കൃത്യമായിട്ട് പുറന്തള്ളാൻ സഹായിക്കുന്ന, റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗൻ സിസ്റ്റം തന്നെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്.